സാമ്പത്തിക സമത്വം ഉണ്ടാകേണ്ടത്. റസൂൽ പറഞ്ഞത് അങ്ങനെയാണ്. ധനങ്ങൾ ശേഖരിക്കപ്പെട്ടതെല്ലാം പുറത്തെടുത്ത് ജനങ്ങൾക്കിടയിൽ വീതിക്കപ്പെടണം, ജനങ്ങൾക്ക് ജീവിക്കാൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം, എല്ലാ ജനങ്ങളും ക്ഷേമത്തോടെ ജീവിക്കുകയും അവസാനം ദാനം ചെയ്യാൻ ഇറങ്ങുന്നവന്റെ കയ്യിൽ നിന്ന് ദാനം സ്വീകരിക്കാൻ ജനങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് രാജ്യം വികസിക്കുമ്പോഴാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം പൂർണ്ണമാവുക. ഇതല്ലേ ഗാന്ധിയും പറഞ്ഞത്? ഞാൻ സ്വപ്നം കണ്ട ഇന്ത്യ എന്നറിയുമോ നിങ്ങൾക്ക്? ഞാൻ കണ്ട സ്വാതന്ത്ര്യം എന്നറിയുമോ? അന്ത്യോദയം. അവസാനത്തെ ആൾ, ഈ രാജ്യത്തെ ഏറ്റവും താഴെത്തിട്ടുള്ള പൗരന്റെ വീട്ടുപടിക്കൽ പോലും പുരോഗമനവും വളർച്ചയും എത്തുന്ന ഒരു കാലം ഉണ്ടാകും. അന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പൂർത്തിയാകൂ എന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി. അതല്ലേ റസൂൽ പഠിപ്പിച്ചത്? അതല്ലേ ഇസ്ലാമിന്റെ കൺസെപ്റ്റ്? ആ സ്വാതന്ത്ര്യം കിട്ടിയിട്ടല്ലേ നമുക്ക് ആഘോഷിക്കാനുള്ളത്? ജനങ്ങളെ അടിമകളാക്കി വെച്ചിട്ട്, ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഹനിച്ചിട്ട്, സ്ത്രീത്വത്തിന് സുരക്ഷയില്ല, കുത്തകളായിക്കൊണ്ടിരിക്കുന്നു, വ്യക്തി കേന്ദ്രീകൃതമായി സമ്പത്ത് മാറിയിട്ട് രാജ്യം പട്ടിണിക്ക് കിടന്ന് പടയുമ്പോ, ചക്രശ്വാസം വലിക്കുമ്പോ, ജനാധിപത്യം മരണശയ്യയിൽ കിടക്കുമ്പോ നമ്മൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം ആഘോഷിക്കുക എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഗൗരവത്തോടെ ഈ രാജ്യത്തിന്റെ ചരിത്രമൊന്നും നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി വിശ്വാസികൾ കൈമെയ്യും മറന്ന് പണിയെടുത്തിട്ടുണ്ട് എങ്കിൽ, ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ഇതിന്റെ സ്വത്തും സമ്പാദ്യങ്ങളും മാത്രം കണ്ണുവെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ അതേ കണ്ണുകളോടുകൂടി ഈ രാജ്യത്തിന്റെ ഭൂസ്വത്തുക്കളും ഈ രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയും കൊള്ളയടിച്ച് കുംഭവീർപ്പിക്കാൻ വേണ്ടി ഒറ്റുകൊടുക്കുന്ന പഴയ ബ്രിട്ടീഷുകാരന്റെ അതേ തനിനിറം കാണിക്കുന്നവരോട് നമുക്ക് സന്ധിയില്ലാത്ത സമരം ഉണ്ടാകണം. അമ്മയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് ഭഗത് സിംഗ് പറഞ്ഞതുപോലെ, കറുത്ത കോട്ടിട്ട വെള്ളക്കാരിൽ നിന്നും വെള്ളക്കുപ്പായമിട്ട കൊള്ളക്കാർക്ക് രാജ്യമേൽപ്പിക്കാൻ വേണ്ടിയായി പോകുമോ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെന്ന് ഞാൻ സങ്കടപ്പെടുന്നു എന്ന് ആ വിലാപം ഇന്നും കാറ്റിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്ത്.